നമ്മൾ സംസാരത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ, നമ്മുടെ കൂട്ടുകാരുമായി കൊണ്ട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ, നമ്മുടെ മറ്റുള്ളതായ ആളുകളെക്കുറിച്ചുള്ളതായ തെറ്റുകൾ കൂടി പറയാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ ഓട്ടോമാറ്റിക് ഇങ്ങനെ വന്നു പോകും. ഇങ്ങനെ തെറ്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ളതായ തെറ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഒരാളെക്കുറിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത തെറ്റുകൾ അദ്ദേഹത്തിൽ ഉണ്ടായിക്കോട്ടെ. എന്നിരുന്നാലും അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നാം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നത് അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ദുന്യവിയായ ജീവിതത്തിൽ നമുക്ക് ചിലപ്പം അതുകൊണ്ട് വലിയൊരു നഷ്ടങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഞാൻ മരിച്ചു തന്നാൽ നാളെ ആഖിറത്തിലേക്ക് ചെല്ലുന്ന സന്ദർഭത്തിൽ അവിടെ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ കുടുങ്ങുന്ന ഒരു വിഷയമാണ് ഈ ഗീബത്ത് എന്ന് പറഞ്ഞാൽ. കാരണം നമ്മൾ ചെയ്തതായ എന്ത് അമലാവട്ടെ, നോമ്പാവട്ടെ, നിസ്കാരമാവട്ടെ, നമ്മൾ ആരും കാണാതെ കൊടുത്ത സ്വതക്കകളാവട്ടെ, ഇങ്ങനെയുള്ളത് എന്ത് പ്രതിഫലമാണെങ്കിലും എന്ത് വലിയ അമലാണെങ്കിൽ പോലും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ആരെങ്കിലും കുറിച്ച് പറയുന്നതായ തെറ്റുകളുണ്ടെങ്കിൽ, നമ്മൾ ആരെങ്കിലും കുറിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്ത സംസാരങ്ങൾ നമ്മുടെ സംസാരത്തിലൂടെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഖിറത്തിൽ വളരെയധികം ബാധിക്കുന്ന വിഷയമാണ്. നമ്മൾ ചെയ്ത അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. നമ്മൾ പിന്നെ അവസാനം നഷ്ടം സഹിച്ചതായ ആളുകളായിക്കൊണ്ട് മടങ്ങേണ്ടി വരും. അതുകൊണ്ട് ഈ സംസാരിക്കുന്ന സംസാരത്തിൽ ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത സംസാരം ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന സംസാരത്തിൽ ഒരാളെയും കുറ്റം പറയാതെ ജീവിതത്തിൽ നല്ല റാഹത്തോടു കൂടെ ജീവിക്കാനുള്ളതായ ഒരു നല്ലൊരു പ്രകൃതി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതൊരു മുസ്ലിമായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്.